CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കങ്ങൾ പുറത്തു വന്നതോടെ ഭരണപക്ഷത്തും CPM കേഡറുകൾക്കിടയിലും അഭൂതപൂർവമായ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള വ്യക്തിബന്ധത്തിന്റെ പേരിൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ മകളുടെ കമ്പനിക്ക് കോടികൾ നൽകിയതെന്ന ശശിധരൻ കർത്തിയുടെ മൊഴിയും അത് ശരിവെക്കുന്ന ED കണ്ടെത്തലുകളും പുറത്തു വന്നതോടെ പിണറായി വിജയൻ രാഷ്ട്രീയമായി പൂർണ്ണമായും ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്. പാർട്ടി സ്ഥാപനങ്ങളെയും മുന്നണിയെയും പ്രതിരോധത്തിലാക്കിയ ഈ അഴിമതി ആരോപണത്തിൽ ഇനി പിണറായിയെ സംരക്ഷിക്കേണ്ടതില്ലെന്ന വികാരത്തിലേക്ക് പാർട്ടി നേതൃത്വവും അണികളും ഒരുപോലെ എത്തിച്ചേർന്നിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യലിലേക്കും അറസ്റ്റിലേക്കും കാര്യങ്ങൾ നീങ്ങുമ്പോൾ ഈ കടുത്ത രാഷ്ട്രീയ തിരിച്ചടികളിൽ നിന്നും മുൻ മുഖ്യമന്ത്രിയെ കൈയൊഴിഞ്ഞ് സ്വന്തം കൈകൾ കഴുകാനുള്ള തീവ്ര ശ്രമത്തിലാണ് CPM-ഉം ഇടതുമുന്നണിയും. 2024 ഏപ്രിൽ 17 നൽകിയ ഈ മൊഴി വീണയും ശരിവെച്ചെന്നാണ് ED റിപ്പോർട്ടിൽ പറയുന്നത്. 66 ലക്ഷത്തിന്റെ നഷ്ടക്കണക്കും 5 ലക്ഷത്തിന്റെ വിറ്റുവരവുമുള്ള സ്ഥാപനമാണ് എക്സാലോജിക്. സോഫ്റ്റ്വെയർ സ്ഥാപനങ്ങളുടെ പേരിൽ 2.78 കോടി രൂപയാണ് വീണയുടെ കമ്പനിക്ക് നൽകിയത്. സ്വത്ത് കണ്ടുകെട്ടൽ റിപ്പോർട്ടിലാണ് പിണറായിയുമായുള്ള വ്യക്തിബന്ധത്തെക്കുറിച്ച് കറുത്ത പറഞ്ഞത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനിടെ പിണറായിയെ ചോദ്യം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളും ED ആരംഭിച്ചു. ED ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം പഴുതടച്ചുള്ള നീക്കങ്ങളായിരിക്കും നടത്തുക. സംസ്ഥാനത്തെ പിടിച്ചു കുലുക്കുന്ന വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഈ കേസിൽ ഒരു പിഴവ് പോലും സംഭവിക്കരുതെന്ന് EDക്ക് വളരെ നിർബന്ധമുണ്ട്. മാസപ്പടി കേസിൽ വീണ പ്രതിയാണെന്നും ഉറപ്പായി കഴിഞ്ഞു. അറസ്റ്റ് നടപടികൾ സംബന്ധിച്ച് അടുത്ത ദിവസങ്ങളിൽ തീരുമാനമെടുത്തേക്കും. അതേസമയം ചോദ്യം ചെയ്യലിനായി പിണറായി വിജയനെ ED വിളിപ്പിക്കുകയാണെങ്കിൽ പ്രതികരിക്കേണ്ടതില്ലെന്നാണ് പാർട്ടിയിലെയും മുന്നണിയിലെയും നേതാക്കളുടെയും പൊതുവായ അഭിപ്രായം. കാര്യങ്ങൾ പിണറായി ഒറ്റയ്ക്ക് നേരിടട്ടെ എന്ന നിലപാടിലേക്കാണ് എല്ലാവരും എത്തിച്ചേർന്നത്. പാർട്ടിയിൽ പിണറായിക്കെതിരെ ശക്തമായ നീക്കങ്ങളാണ് നടക്കുന്നത്. CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ നിശബ്ദ പിന്തുണയും ഇതിനുണ്ടെന്നാണ് സൂചന. പിണറായിയുടെ വീട്ടിൽ റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായവർക്ക് ഇതുവരെ ജാമ്യം ലഭിക്കാത്തത് പാർട്ടിയിൽ വലിയ ഭിന്നതയുണ്ടാക്കിയിട്ടുണ്ട്. പിണറായിക്കായി ഇവർ ബലിയാടാക്കപ്പെടുകയായിരുന്നുവെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പിണറായിക്കായി രംഗത്തിറങ്ങേണ്ടതില്ലെന്ന തീരുമാനത്തിലേക്ക് ഇവർ എത്തിയത്. നിയമസഭയിൽ പോലും പാർട്ടി നേതാവിനാൽ പിണറായി ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ടായി. അദ്ദേഹത്തിന് മാന്യമായി വിരമിക്കാമായിരുന്നുവെന്ന വികാരമാണ് പ്രവർത്തകർക്കുള്ളത്. വരും ദിവസങ്ങൾ പിണറായിക്കും CPM-നും വളരെ നിർണായകമാണ്. CPM-ന്റെ മുൻ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതം ചെറുതായിരിക്കില്ലെന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത്. ഈ സാഹചര്യത്തിൽ എല്ലാം പിണറായിയുടെ തലയിൽ വെച്ച് കൈ കഴുകാനുള്ള ശ്രമമായിരിക്കും CPM-ഉം മുന്നണിയും നടത്തുകയെന്ന സൂചനയാണ് പുറത്തുവരുന്നത്.